ഹലോ. എൻ്റെ അമ്മ സ്ഥിരമായിട്ട് എന്നോട് പറയുന്നൊരു ഡയലോഗുണ്ട്, നേരിലെത്തുന്ന നേരത്ത് നീ നിൻ്റെ പരീക്ഷണങ്ങൾക്ക് നിൽക്കരുതെന്ന്. അതൊക്കെ സമയമുള്ളപ്പോൾ വേണം ചെയ്യാമെന്ന്. ഏതാണ് ഈ നേരിലെത്തുന്ന നേരമെന്ന് വെച്ചാൽ അത് രാവിലെയാണ്. രാവിലെ ഈ മോന് സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ തിരക്കിൻ്റെ ഇടയിലായിരിക്കും എൻ്റെ പരീക്ഷണങ്ങൾ കൂടുതലും ഞാൻ നടത്താറ്. എന്നിട്ട് അന്തസ്സായിട്ട് ഫ്ലോപ്പ് ആവുമ്പോൾ ആ പരീക്ഷണത്തിൽ പങ്കെടുത്ത ഞാനൊഴിച്ച ബാക്കി എല്ലാ പൊടികളെയും ഞാൻ കുറ്റം പറയും. ഞാൻ മാത്രം നല്ലത്, അവരുടെ പ്രശ്നം കൊണ്ടാണ് അത് ഫ്ലോപ്പായത്. എന്നിട്ട് ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ സ്ഥിരം പരിപാടി. ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇന്നത്തെ പരീക്ഷണം കൊഴുക്കട്ടയാണ്. സംഭവം കൊഴുക്കട്ട ആനത്തല കാര്യമൊന്നുമല്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ആനത്തല കാര്യമാണ്. 2 പ്രാവശ്യം മാവൊക്കെ ഓക്കെ ആയി. പക്ഷേ ഈ ഒരു സാധനം മിക്സ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടപ്പോൾ ഇത് പല പല സൈഡിൽ നിന്ന് അങ്ങോട്ട് പൊട്ടി വീണു. ഈ തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സിൽ വെള്ളം കൂടി പോയതാണെന്ന് തോന്നുന്നു കാരണം. അവസാനം ആ കാരണം ഞാൻ മനസ്സിലാക്കി. കുറച്ചും കൂടി തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് ഇട്ട് പിന്നെയും മാവിൻ്റെ ഉള്ളിൽ കുത്തി നിറച്ച് ഞാനത് റൗണ്ട് ഷേപ്പ് ആക്കിയപ്പോൾ ഒരു 3ാമത്തെ ശ്രമത്തിൽ അത് സെറ്റായി. അത് ആദ്യമേ ശ്രമത്തിൽ 2-3 പാളിയപ്പോൾ തന്നെ ഞാൻ അപർണനെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഒരു സൈഡിൽ ദോശ ചുടാൻ തുടങ്ങിക്കോ, അല്ലെങ്കിൽ പണി കിട്ടുന്നു. അതുകൊണ്ട് അവൾക്കും കൂടി കഴിക്കേണ്ടതായതുകൊണ്ട് അവളൊരു സൈഡിൽ ദോശ ഉണ്ടാക്കി. എന്നാൽ ഞാൻ ഉണ്ടയാക്കി ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിലിട്ട് അടച്ചു വെച്ചു, വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സൂപ്പർ കൊഴുക്കട്ട റെഡിയായി. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, സൂപ്പറായിരുന്നു, അടിപൊളി.